നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഷിക്കാഗോ രാജ്യാന്തര വടംവലി മത്സരം ടീം ഗ്ലാഡിയേറ്റേഴ്സ് കാനഡ ജേതാക്കൾ. H1B, L1 വിസകളിൽ കഴിയുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ ആശങ്കയിലെന്ന സർവേ. ഷിക്കാഗോ സീറോ മലബാർ കത്തീഡ്രൽ ദേവാലയത്തിൽ ദമ്പതി സായാഹ്നം ആഘോഷിക്കുന്നു. IPC മിഡ് വെസ്റ്റ് റീജിയൻ വാർഷിക കൺവെൻഷൻ 2025 ഹ്യൂസ്റ്റണിൽ അനുഗ്രഹത്തോടെ സമാപിച്ചു. ബ്രോങ്സ് സെന്റ് തോമസ് സീറോ മലബാർ ദേവാലയത്തിന്റെ ധനശേഖരണാർത്ഥം മെഗാ ഷോ സെപ്റ്റംബർ 27 യോങ്കേഴ്സിൽ. വാർത്തകൾ വിശദമായി. ഷിക്കാഗോ രാജ്യാന്തര വടംവലി മത്സരത്തിൽ ടീം ഗ്ലാഡിയേറ്റേഴ്സ് കാനഡയ്ക്ക് കിരീടം. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ മോർട്ടൺ ഗ്രോവ് പാർക്ക് ഡിസ്ട്രിക്ട് സ്റ്റേഡിയത്തിൽ നടന്ന 11ാമത് രാജ്യാന്തര വടംവലി മത്സരത്തിൽ കോട്ടയം ബ്രദേഴ്സ് കാനഡ റണ്ണറപ്പായി. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ മോർട്ടൺ ഗ്രോവ് പാർക്ക് ഡിസ്ട്രിക്ട് സ്റ്റേഡിയത്തിൽ നടന്ന 11ാമത് രാജ്യാന്തര വടംവലി മത്സരത്തിൽ കോട്ടയം ബ്രദേഴ്സ് കാനഡ റണ്ണറപ്പായി. തൊടുഗൻസ് ഹ്യോക്കെ 3ാം സ്ഥാനവും അരീക്കര അച്ചായൻസ് 4ാം സ്ഥാനവും കരസ്ഥമാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 14 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. വനിതകൾക്കും പ്രത്യേക മത്സരം സംഘടിപ്പിച്ചിരുന്നു. ഷിക്കാഗോ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് റൊണാൾഡ് പോക്കുംബേൽ, വൈസ് പ്രസിഡന്റ് സണ്ണി ഇണ്ടിക്കുഴി, സെക്രട്ടറി രാജു മാനുങ്കൽ, ട്രഷറർ ബിജോയ് കാപ്പൻ, ജോയിന്റ് സെക്രട്ടറി തോമസ് പുത്തേത്ത, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സിറിയ കുവക്കാട്ടിൽ, ജനറൽ കൺവീനർ സ്റ്റീഫൻ കിഴക്കേക്കുറ്റ്, ഫിനാൻസ് ചെയർ ബിനു കൈതകത്തൊട്ടിയിൽ തുടങ്ങിയവർ മത്സര പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി. യുഎസിൽ ഇനി എത്ര കാലം ജോലി ചെയ്യാൻ കഴിയുമെന്ന ആശങ്കയിലാണ് H1B, L1 വിസകളിൽ കഴിയുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ എന്ന ബ്ലൈൻഡ് ആപ്പ് നടത്തിയ സർവേയിൽ കാണുന്നതായി ട്രാക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ജോലി നഷ്ടമായാൽ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന് 45% പേർ പറഞ്ഞപ്പോൾ 26% പേർ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിക്കുമെന്നാണ് അറിയിച്ചത്. 29% തീരുമാനമെടുത്തിട്ടില്ല. യുഎസിൽ ശമ്പളം കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് 25% കരുതുന്നു. ജീവിത നിലവാരം താഴുമെന്ന് 24% പേർക്കും ആശങ്കയുണ്ട്. സാംസ്കാരികവും കുടുംബപരവുമായ കാരണങ്ങൾ കൊണ്ട് തുടരാനാവില്ലെന്ന് പറയുന്നവർ 13%. തൊഴിൽ സാധ്യതകൾ കുറഞ്ഞെന്ന് 10% പേർ പറയുന്നു. വീണ്ടും US വർക്ക് വിസ തേടുമോ എന്ന് ചോദിച്ചപ്പോൾ 35% പറഞ്ഞത് തേടുമെന്നാണ്. എന്നാൽ 65% പേർക്കും ഉറപ്പില്ല. ഒട്ടേറെ പേർക്ക് ആശങ്ക ഉണ്ടായത് സ്വന്തം അനുഭവങ്ങൾ മൂലമാണ്. 35% പേർക്ക് സ്വന്തം ജോലി നഷ്ടമാവുകയോ അടുത്തറിയുന്ന ആർക്കെങ്കിലും അത്തരം അനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അനുവദിച്ച 60 ദിവസത്തെ ഗ്രേസ് പീരീഡിനകം രാജ്യം വിടേണ്ടി വന്നു. ഗ്രേസ് പീരീഡ് പോലും അനുവദിച്ചു കിട്ടാത്ത അനുഭവങ്ങളുമുണ്ട്. ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നത് ജോലി പോയാൽ ഉടൻ US വിട്ടുകൊള്ളുക എന്നാണ്. ഇന്ത്യക്കാരെ ജോലിക്കെടുക്കുന്നത് നിർത്താൻ പ്രസിഡന്റ് ട്രംപ് അടുത്ത കാലത്ത് ആഹ്വാനം ചെയ്തിരുന്നു. നിലവിലുള്ള ലോട്ടറി സംവിധാനം അവസാനിപ്പിച്ച് വേതനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള H1B നിയമനങ്ങൾ കൊണ്ടുവരുമെന്ന് ഓഗസ്റ്റ് 8 US ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് അറിയിച്ചിരുന്നു. ഉയർന്ന ശമ്പളത്തിൽ മാത്രം നിയമനം നടക്കും എന്ന് വരുമ്പോൾ തുടക്കക്കാർക്ക് സാധ്യതകൾ ഇല്ലാതാവാം. ന്യൂസ് ഡെസ്ക് മലയാളി. ഷിക്കാഗോ സീറോ മലബാർ രൂപത രൂപീകരണത്തോടുകൂടി കത്തീഡ്രൽ ദേവാലയമായി മാറിയ ഷിക്കാഗോ സീറോ മലബാർ കത്തീഡ്രൽ ദേവാലയത്തിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 സെപ്റ്റംബർ 20 വൈകുന്നേരം ദമ്പതി സായാഹ്നമായി ആഘോഷിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന വിവാഹ ഉടമ്പടി വിശ്വാസത്തിലൂന്നി ആഹ്ലാദകരമായി ജീവിച്ച് ആ ഉടമ്പടി പുനർജീവിപ്പിക്കുക എന്നതാണ് ഈ വിവാഹത്തിന്റെ റിന്യൂവലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സെപ്റ്റംബർ 20 വൈകുന്നേരം 5 മണിക്ക് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോയ ആലപ്പാട്ടിന്റെയും പ്രഥമ രൂപതാധ്യക്ഷൻ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെയും കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ തോമസ് കടുകപ്പള്ളിയുടെയും കത്തീഡ്രൽ പള്ളിയിലെയും രൂപതാ കേന്ദ്രത്തിലെ മറ്റ് വൈദികരുടെയും ഒപ്പം ദിവ്യബലി അർപ്പിച്ച് ദമ്പതികളെ ആശീർവദിച്ച് അനുഗ്രഹം നൽകുന്നതാണ്. വിശുദ്ധ കുർബാനയ്ക്കും മറ്റു പ്രാർത്ഥനകൾക്കും ശേഷം ദമ്പതികൾക്കൊപ്പം ബിഷപ്പുമാരും വൈദികരുമൊപ്പമുള്ള വിരുന്നുമൊരുക്കിയിരിക്കുന്നു. ആഘോഷത്തിലുപരി വിശ്വാസം, വിനോദം, കരുണ, സഹാനുഭൂതി എന്നിവയിലൂന്നിയുള്ള ചില മത്സരങ്ങളിൽ നിന്ന് ബെസ്റ്റ് ദമ്പതികളെ തിരഞ്ഞെടുക്കുകയും ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നതുമാണ്. ഇടവകയിലെ എല്ലാ ദമ്പതിമാരെയും ഈ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ മൂലം ക്ഷണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ആത്മീയ നവീകരണത്തിലും വിശ്വാസികളെ ഉറപ്പിക്കുന്ന സന്ദേശങ്ങളോടെ IPC മിഡ് വെസ്റ്റ് റീജിയൻ വാർഷിക കൺവെൻഷൻ 2025 ഹ്യൂസ്റ്റണിൽ വിജയകരമായി സമാപിച്ചു.
ആഗസ്റ്റ് 29, 30, 31 തീയതികളിൽ IPC ഹെബ്രോൺ ഹ്യൂസ്റ്റൺ സഭയിൽ വെച്ചാണ് ഈ വർഷത്തെ കൺവെൻഷൻ നടന്നത്. മലയാളം സെഷനുകളിൽ പാസ്റ്റർ സേവിയർ ജെയിംസ് ഷിക്കാഗോ, പാസ്റ്റർ ഷിജു വർഗീസ് കേരള എന്നിവർ ദൈവവചന സന്ദേശം പങ്കുവച്ചു. ഇംഗ്ലീഷ് സെഷനിൽ പാസ്റ്റർ ബ്ലിസ് വർഗീസ് ന്യൂയോർക്ക് മുഖ്യപ്രഭാഷകനായിരുന്നു. സഹോദരിമാരുടെ യോഗത്തിൽ സിസ്റ്റർ കൊച്ചുമോൾ ജെയിംസ് സന്ദേശം നൽകി. വെള്ളി, ശനി ദിവസങ്ങളിൽ രാത്രികളിൽ നടന്ന പൊതുയോഗങ്ങളും ശനിയാഴ്ച പകൽ നടന്ന ഉണർവ് യോഗവും ആത്മീയോത്സവമായി. ഞായറാഴ്ചത്തെ സംയുക്ത ആരാധന ദൈവിക സാന്നിധ്യത്താൽ നിറഞ്ഞുനിന്നു. കൺവെൻഷന് നേതൃത്വം നൽകിയത് IPC മിഡ് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ ഷിബു തോമസ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജെയിംസ് പി എബ്രഹാം, സെക്രട്ടറി പാസ്റ്റർ KV തോമസ്, ജോയിന്റ് സെക്രട്ടറി ഫെന്നി സാം, ട്രഷറർ ജോഷിൻ ഡാനിയൽ, ജനറൽ കൗൺസിൽ മെമ്പർ ബാബു കൊടുന്തറ, മിഷൻ കോർഡിനേറ്റർ സാക് ചെറിയാൻ, ചാരിറ്റി കോർഡിനേറ്റർ KV എബ്രഹാം എന്നിവർ അടങ്ങുന്ന സംഘമാണ്. മാധ്യമപ്രവർത്തനങ്ങൾക്ക് ഫിന്നി രാജു ഹ്യൂസ്റ്റൺ നേതൃത്വം വഹിച്ചു. PYPA പ്രവർത്തനങ്ങൾക്ക് പ്രസിഡന്റ് ഷോണി തോമസ്, വൈസ് പ്രസിഡന്റ് വെസ്ലി ആലുമോട്ടൽ, സെക്രട്ടറി അലൻ ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി വിന്നി ഫിലിപ്പ്, ട്രഷറർ റോഷൻ വർഗീസ്, ടാലന്റ് കോർഡിനേറ്റർ ജസ്വിൻ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന് പ്രസിഡന്റ് കൊച്ചുമോൾ ജെയിംസ്, വൈസ് പ്രസിഡന്റ് ബ്ലെസ്സി സാം, സെക്രട്ടറി രേഷ്മ തോമസ് എന്നിവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. ബ്രോങ്സ് സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ഫൊറോന ദേവാലയത്തിന്റെ ധനശേഖരണാർത്ഥം പ്രശസ്ത സിനിമാ താരം സ്വാസിക, ഗായകൻ അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സ്പാർക്സ് ഓഫ് കേരള എന്ന മെഗാ ഷോ സെപ്റ്റംബർ 27 തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് യോങ്കേഴ്സിലുള്ള ലിങ്കൺ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു. പ്രസ്തുത പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കിക്ക് ഓഫ് ഓഗസ്റ്റ് 31 തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയ പാരിഷ് ഹാളിൽ വെച്ച് വികാരി റവറന്റ് ഫാദർ കുര്യാക്കോസ് വടാന നിർവഹിച്ചു. വിവിധ സ്പോൺസർമാരിൽ നിന്നും ചെക്കുകൾ വികാരി അച്ഛൻ ഏറ്റുവാങ്ങി. ഡാൻസ്, മ്യൂസിക്, കോമഡി എന്നിവ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ സ്റ്റേജ് ഷോ ഏതു പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന പ്രോഗ്രാമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബ്രോങ്സ് ദേവാലയത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന സ്റ്റേജ് ഷോയിൽ പരസ്യങ്ങൾ നൽകുന്നതിനും സ്പോൺസർ ചെയ്യുന്നതിനുമുള്ള അവസരമുണ്ട്. പരിപാടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് ഷൈജു കളത്തിൽ, മാത്യു അഡാട്ട്, ഡെന്നി കല്ലുകാലം എന്നീ കൈക്കാരന്മാരുമായി ബന്ധപ്പെടുക. അഡ്രസ്: ലിങ്കൺ ഹൈസ്കൂൾ, 375 നീലാൻഡ് അവന്യൂ, യോങ്കേഴ്സ്, ന്യൂയോർക്ക്. ടിക്കറ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് www.tickettrailer.com സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി. ഇതോടെ പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@emaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.